ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻട്രി ലെവൽ ക്യാമറകൾ വാങ്ങണമെന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ എൻട്രി ലെവൽ ക്യാമറകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ബ്രാൻഡുകൾ കാനോണും നിക്കോണും തന്നെയാണ്. എന്താണ് അതിന് കാരണം? മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് എന്തുകൊണ്ടാണ് പോകാത്തത്? പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മറ്റ് ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് അറിയാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒരു ഭയമാകും മറ്റ് ബ്രാൻഡുകളിലേക്ക് മാറുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമോ, നമ്മൾ കൊടുത്ത പൈസ പോകുമോ. കാരണം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇമേജസ് തരുന്ന അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് തരുന്ന ക്യാമറകളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. സോണി ആയാലും കാനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും അതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ആ ബ്രാൻഡുകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ക്യാമറകൾ തന്നെയാണ്, ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ക്യാമറകൾ തന്നെയാണ് ഫിജി ഫിലിംസും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയുന്നത് ഫിജിയുടെ XT100, XT200 എന്ന് പറയുന്ന ബിഗിനേഴ്സിന് അല്ലെങ്കിൽ സെമി പ്രൊഫഷണൽ രീതിയിൽ തുടക്കക്കാർക്ക് എടുക്കാൻ പറ്റിയ രണ്ട് ക്യാമറകളെ കുറിച്ചാണ്. രണ്ട് ക്യാമറകളുടെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ XT100 എന്ന് പറയുന്ന ക്യാമറ 2018 അവതരിപ്പിച്ച ക്യാമറയാണ്. അതുപോലെ തന്നെ XT200 എന്ന് പറയുന്ന ക്യാമറ 2020 റീസെൻ്റ് ആയിട്ട് അവതരിപ്പിച്ച ക്യാമറയാണ്. രണ്ട് ക്യാമറകളും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ രണ്ട് ക്യാമറ ഒപ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു കമ്പാരിസൺ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ രണ്ട് ക്യാമറകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ 24 മെഗാപിക്സലിൻ്റെ APS-C സെൻസറിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ APS-C CMOS സെൻസറിൽ പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് ഈ രണ്ട് ക്യാമറകൾ. സെൻസർ സൈസ് രണ്ട് ക്യാമറകൾക്കും 23.5x15.7 ആണ് ഇമേജ് സെൻസറിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ISOയുടെ ഫീച്ചേഴ്സ്, ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല തുടങ്ങിയവയെല്ലാം രണ്ട് ക്യാമറകളും ഒരുപോലെയാണ് വരുന്നത്. ഫോക്കസ് പോയിന്റ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. X200 എന്ന് പറയുന്ന ക്യാമറയിൽ കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്, ഏതാണ്ട് 425 ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. എന്നാൽ T100 എന്ന് പറയുന്ന ക്യാമറയിൽ 91 ഫോക്കസ് പോയിന്റ്സ് ആണ് ഉള്ളത്. LCD സ്ക്രീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് 3 ഇഞ്ചിൻ്റെ ഒരു LCD സ്ക്രീനാണ് XT100 എന്ന് പറയുന്ന ക്യാമറയ്ക്ക് ഉള്ളത്. എന്നാൽ T200 എന്ന് പറയുന്ന ക്യാമറയിലേക്ക് വരുമ്പോൾ 3.5 ഇഞ്ചിൻ്റെ ഫുള്ളി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൊത്തമായിട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു ടച്ച് സ്ക്രീനാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. രണ്ടിലും ഈ പറഞ്ഞ പോലെ ടച്ച് സ്ക്രീൻ തന്നെയാണ്, എങ്കിൽ തന്നെയും കുറച്ചും കൂടി ടച്ചിൻ്റെ ഫീച്ചേഴ്സ് കൂടുതൽ വരുമ്പോൾ XT200 തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ സ്പീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ T100 എന്ന് പറയുന്ന ക്യാമറയിൽ 6 FPS ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ T200 എന്ന് പറയുന്ന ക്യാമറയിലേക്ക് 8 FPS അല്ലെങ്കിൽ 8 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. USB ചാർജിങ്, മൈക്രോഫോണിൻ്റെ പോർട്ട്, HDMI പോർട്ട്, ബിൽറ്റ് ഇൻ വയർലെസ് കണക്ടിവിറ്റി, റിമോട്ട് കൺട്രോൾ തുടങ്ങിയ ഫീച്ചർ എല്ലാം രണ്ട് ക്യാമറയിൽ ഉണ്ട്. എങ്കിൽ തന്നെയും T200 എന്ന് പറയുന്ന ക്യാമറയിലേക്ക് വരുമ്പോൾ ഹെഡ്ഫോൺ പോർട്ട് അതിന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ XT100 എന്ന് പറയുന്ന ക്യാമറയിൽ 4K റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, എങ്കിൽ തന്നെയും അത് 15 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് XT200 എന്ന് പറയുന്ന ക്യാമറയ്ക്ക് വരുമ്പോൾ ഫിജി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 4K റെസൊല്യൂഷനിൽ 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വീഡിയോഗ്രാഫി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനെയുള്ളവരെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 15 FPS 4K വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയുക, അവർക്കൊന്ന് സാറ്റിസ്ഫൈ ആകാൻ പറ്റുന്ന കാര്യം ആയിരിക്കില്ല. എനിവേ ഈ ഒരു ഫീച്ചർ XT200 എന്ന് പറയുന്ന ക്യാമറയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും 30 FPS 4K റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു നല്ല ഫീച്ചറാണ് ഒരു സെമി പ്രൊഫഷണൽ ഒരു ക്യാമറയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള ചില സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, കാണുക, ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും T100നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒറ്റ ചാർജിങ്ങിൽ തന്നെ, അതായത് ഒറ്റ ബാറ്ററി ചാർജിങ്ങിൽ തന്നെ കൂടുതൽ ഷോട്ട്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ 200ലേക്ക് വരുമ്പോൾ XT200 എന്ന് പറയുന്ന ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി കുറവാണ്, ഏതാണ്ട് 250 സംതിങ് അല്ലെങ്കിൽ 270ഓളം ഷോട്ട്സ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നിക്കോണിൽ നിന്നും കാനോണിൽ നിന്നും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫിജി ഫിലിമിൻ്റെ XT100, XT200 എന്ന് പറയുന്ന ഈ രണ്ട് ക്യാമറകളും. ഈ രണ്ട് ക്യാമറകളുടെ ബേസിക് ആയിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻസും സിമിലാരിറ്റീസും വ്യത്യാസങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.